ഭഗവാനെ ബന്ധിക്കാൻ വേണ്ടതായ ഒരു കയറുണ്ട്. അതിൻ്റെ പേരാണ് പ്രണയം. ഏകാദശ സ്കന്ധത്തിൽ നിമിനവയോഗി സംവാദത്തിൽ ഹരി എന്ന യോഗീശ്വരനോട് ഈ യോഗീശ്വരന്മാരായിരിക്കുന്ന ഭക്തജനങ്ങൾ, ഭാഗവതോത്തമന്മാർ യഥാചരതി യത് ബ്രൂത്തെ, അവരെപ്രകാരം സഞ്ചരിക്കുന്നു, എന്ത് പറയണു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ പറയും, ഭാഗവതോത്തമൻ ആയിട്ടുള്ള ഒരാൾ പ്രണയരശനയാ ധൃതാഘ്രിപത്മ, ഭഗവാന്റെ അഘ്രിപത്മങ്ങളെ പ്രണയരശന കൊണ്ട് ഹൃദയമാകുന്ന ഉരലിൽ കെട്ടിയിട്ടിട്ടുള്ള ആളാണ്. ആ പ്രണയമാണ് ഭഗവാനെ കെട്ടിടാനുള്ള ഒരേ ഒരു ചരട്. വേറൊരു കയറ് കൊണ്ടും ഭഗവാനെ കെട്ടിടാൻ സാധ്യമല്ല. മാത്രമല്ല, ഈ ഒരു 2 വിരൽ ഞാൻ എൻ്റെ പരിശ്രമം ഇതുകൊണ്ട് ഞാൻ ഭഗവാനെ സ്വാധീനിച്ചോളാം എന്നുള്ള നമ്മളുടെ തെറ്റിദ്ധാരണ, ഞാനേ ഇല്ലാത്തത് പിന്നെയാണോ എൻ്റെ? നല്ല ബലിക്കെന്താ പറ്റിയത്? നല്ല കേട്ടൂലോ. സർവലോകത്തിനും അധീശ്വരനായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ട് ആ വിദ്വാൻ പറഞ്ഞു, ഞാൻ ആരാന്നറിയോ? ലോകാനാം ഏകഃ ഈശ്വരഃ, ഞാൻ ലോകത്തിന് മുഴുവനും ഒരേ ഒരു ഈശ്വരൻ എന്നാ നാട്യം. ഇപ്പോ ആ ബലിയുടെ ഭാര്യ തന്നെ വന്ന് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, സ്വാമ്യം തു തത്ര കുധിയോപര ഈശ കുര്യുഹു, അങ്ങ് സ്വാമിയായിരിക്കുന്ന ഈ വിശ്വത്തിന് സ്വാമി ഞാനാണ് എന്ന് കുബുദ്ധികളായ ചില ആളുകൾ വിചാരിക്കണു. എൻ്റെ ഭർത്താവിനും അങ്ങനെ ഒരു വിചാരാട്ടോ ഉണ്ടായിരുന്നത്, ഇപ്പം അത് അങ്ങ് തീർത്തു കൊടുത്തു. ഇതേപോലെ നമ്മളൊക്കെയും നമുക്ക് പലതും ഉണ്ടെന്ന് നിരീക്കും. ഞാനാരാ? ഞാനേ എല്ലാ മാസവും മുടക്കില്ല, ഗുരുവായൂർ പോലെ. ഞാൻ എല്ലാ ദിവസവും ഇന്നത് മുടക്കില്ല. അങ്ങനെ മുടക്കാണ്ട ചെയ്യാൻ നമുക്ക് പറ്റണത് എങ്ങനെയാ? ആരുടെ കൃപ കൊണ്ടാ? അപ്പം ഇതിനൊക്കെ വേണ്ടത് എന്താ? അടിസ്ഥാനമായിട്ട് വേണ്ടത് നമുക്ക് എന്തു കൂട്ടിയാലും അത് ചെയ്യാൻ പറ്റണത് എന്തുകൊണ്ടാ? ഭഗവത് കൃപ കൊണ്ടാ. നോക്കാൻ, കാണാൻ, കേൾക്കാൻ, ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, ഇരിക്കാൻ, നടക്കാൻ, ഇതിനൊക്കെ സാധിക്കണത് ഈശ്വര കൃപ കൊണ്ടാണ്. അപ്പോൾ ആ കൃപയാണ് വേണ്ടത്, നമ്മുടെ പരിശ്രമമല്ല. പരിശ്രമിക്കേണ്ടെന്നല്ല, പക്ഷേ ആ പരിശ്രമത്തിൽ അഭിമാനത്തിൻ്റെ കണിക പോലും വെക്കരുതേ. അത് വെച്ചാൽ ഞാൻ കൃഷ്ണനെ കെട്ടണു എന്ന് വിചാരമുള്ളിടത്തോളം ഭഗവാനെ കിട്ടില്ല. പകരം ഭഗവാന്റെ കൃപ കൊണ്ടേ ഭഗവാനെ കിട്ടുള്ളൂ. ഭഗവാന്റെ കൃപയാണ് വലുത് എന്നുള്ള ധാരണയാണ് വേണ്ടത്. അതുണ്ടാവുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റണ ഒരൊറ്റ കാര്യമുള്ളൂ എന്ന് മനസ്സിലാവും. ആകെ നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താ? വെട്ടിട്ട വടി പോലെ ഡിംന്ന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് വീഴല്ലാണ്ട് വേറൊരു വസ്തു നമുക്ക് നമ്മുടെ നിലയ്ക്ക് ഭഗവാന് ചെയ്യാൻ ഇല്ല. ആ ശരണാഗതി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇത് ഗോപി തിരിച്ചറിഞ്ഞ കഥയത്. ഇത് 5 or 6 വയസ്സുള്ള ഒരു ഉണ്ണിക്കും ഈ കഥ കേൾക്കാം, 60 or 90 ആയവർക്കും ഈ കഥ കേൾക്കാം. കാരണം ഇത് ഓർമ്മിപ്പിക്കണത് ഞാനെന്നും എൻ്റെ എന്നുള്ള വിചാരം അരുതേ എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ കെട്ടിയിട്ട് സ്ഥീയതാം ചിരമുലു ഖലേ ഖലേതി, അവിടെ കിടക്ക കള്ള എന്നും പറഞ്ഞ് യശോദ ഇങ്ങോട്ട് പോയപ്പോഴേ ഈ ഉണ്ണികൃഷ്ണൻ അമ്മേ എന്നെ ഒന്നഴിച്ചു വിടൂ അമ്മേ എന്ന് പറഞ്ഞ് ഉറക്ക കരയാൻ തുടങ്ങി. മിണ്ടരുത്, കിട്ടും എൻ്റെ നടി എന്ന് പറഞ്ഞ് ഞാൻ ആ വായ പൊത്തിക്കോ, ഇനി ഇവിടുന്ന് ശബ്ദം കേട്ടാ അപ്പളേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ വായും പൊത്തി അവിടെ നിന്നു. പേടിച്ച് വറച്ച കയ്യൊക്കെ ഇങ്ങനെ വറക്കണു, കണ്ണിന്നിങ്ങനെ ധാരാളമായിട്ട് വെള്ളം ഒഴുകണു, ചുണ്ടിങ്ങനെ പുളുത്തി കരയാ. ഇത് കണ്ടപ്പോഴേ ബ്രഹ്മാദി ദേവന്മാരൊക്കെ അത്ഭുതപ്പെട്ടു. ഇതെന്ത് കഥ? നശ്രീ അപ്യംഗ സംശയ പ്രസാദം. ഈ ഒരു പ്രസാദം
എപ്പോഴും മാറത്തിരിക്കുന്ന ആ ലക്ഷ്മി ഭഗവതിക്ക് പോലും ഇത്ര സ്വാതന്ത്ര്യം ഭഗവാൻ കൊടുത്തിട്ടില്ല. ഈ ഒരു സ്വാതന്ത്ര്യം വേറൊരാൾക്കും തൻ്റെ മെക്കിട്ട് കയറാൻ ഒരാളെയും ഭഗവാൻ അനുവദിച്ചിട്ടില്ല. അത് ഇനി എത്ര കേമനായാലും ശരി.